ഹലോ. അപ്പോൾ ദേ ഈ പാക്കറ്റിലുള്ളത് എന്താണെന്ന് കണ്ടോ? ഇത് സിട്രിക് ആസിഡ് ആണ്. ഇതിനെ ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്കുക. ഇച്ചിരിയേ എടുക്കുന്നുള്ളൂ, ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. കുറച്ചെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിനി ഒന്ന് ഇത് കട്ട പിടിച്ച് പോയി ഇരുന്ന് കുറേ ആയി ഞാനിത് വാങ്ങിച്ചിട്ട്. സിട്രിക് ആസിഡ് ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കിയപ്പോൾ സ്ക്വാഷിലിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ ഞാൻ ഉപയോഗിച്ചില്ല. കാരണം സിട്രിക് ആസിഡ് അത്ര നല്ലതല്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. പകരം നാരങ്ങാനീരൊഴിക്കുമായിരുന്നു. അപ്പോൾ ഇത് അലിയുന്നില്ല, കട്ടി ഇരിക്കുന്നുണ്ട്. ഞാനിതിനെ കൈ കൊണ്ടൊന്ന് പൊടിക്കുക. സിട്രിക് ആസിഡിനെ പൊടിച്ചിട്ട് കുറച്ച് ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഒറ്റയ്ക്കാണ് വീഡിയോ പിടുത്തവും ഒഴിപ്പുമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ഞാൻ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഞാൻ അടയ്ക്കുവാണ്. അപ്പോൾ അതെ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മുല്ലയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? മുല്ല മഞ്ഞളിപ്പ്, മുല്ല, പിച്ചകമുല്ല, ആലപ്പുഴ മുല്ല അല്ലെങ്കിൽ കല്യാണി മുല്ല എന്നൊക്കെ പറയാം. അപ്പം ഈ മുല്ല മഞ്ഞളിക്കുന്നതിൻ്റെയും പൂ പിടിക്കാത്തതിൻ്റെയൊക്കെ ഒരു കാരണം മണ്ണിൽ അസിഡിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പം ഈ സിട്രിക് അസിഡിറ്റി കൂടുതലുള്ളത് കൊണ്ടല്ല, ആൽക്കലൈഡ് ആയതുകൊണ്ടാണ്. മണ്ണ് ആൽക്കലൈഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മുല്ലയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. മുല്ല എപ്പോഴും അസിഡിക് സ്വഭാവം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം നമ്മൾ ഒന്നീ വെള്ളത്തിൽ നാരങ്ങാനീര് മിക്സ് ചെയ്യുക, അതല്ലെങ്കിൽ കുറച്ച് വിനാഗിരി മിക്സ് ചെയ്യുക. ഇപ്പം ഇത് രണ്ടും ഇല്ലെങ്കിൽ സിട്രിക് ആസിഡ്. വിനാഗിരി എൻ്റെ അടുത്തുണ്ട്, പക്ഷേ കോൺസെൻട്രേറ്റഡാണ്, ഡയല്യൂട്ട് ചെയ്യാത്ത, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. സിട്രിക് ആസിഡ് വെള്ളത്തിൽ കലക്കി. അപ്പം കുറച്ച് നമുക്ക് എല്ലാ മുല്ലയുടെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിലെടുത്തതിന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എൻ്റെ സ്പ്രേയറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് സ്പ്രേ ആകുന്നില്ല. അപ്പം ഞാൻ ഈ കുപ്പിയിൽ തന്നെ അങ്ങ് തളിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിച്ചമുല്ലയുടെ ആലപ്പുഴ മുല്ലയുടെ മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ടുണ്ട്, എന്താവുമെന്ന് അറിയത്തില്ല. മുല്ല ക്ലിയർ ആവുകയാണെങ്കിൽ കാണിച്ചു തരാം.